This is Henry Ford പറഞ്ഞത്, നബീൽ പറഞ്ഞത്. Really connecting, you see? There is no plan. Presentation വന്നതാണ്, thinking is the hardest work there is, which is probably why so few people engage in it. Henry Ford പറഞ്ഞതാ. വളരെ എടങ്ങേറ് പിടിച്ച പരിപാടിയാണത്. ഇതാ ഞാൻ പറഞ്ഞത്. ഈ ചോദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്താണോ? ചോദ്യം വന്നു, ഉത്തരം അവിടെ വന്ന്. You see, this is how the universal laws work. ഹെൻറി ഫോർഡ് പറഞ്ഞതാ. തിങ്കിങ് വളരെ അടങ്ങാൻ പിടിച്ച പരിപാടിയാണ്. അതുകൊണ്ട് ആൾക്കാർ ചിന്തിക്കുക. കാരണം ചിന്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കലോറി ബേണിംഗ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചില ആൾക്കാരുടെ പ്രോഗ്രാമിൽ എന്ന് പറയും, മാറൂഫേ ഇന്നത്തെ പ്രോഗ്രാം ഈസി ആയിരുന്നു. ബിക്കോസ് കലോറി ബേൺ ചെയ്തിട്ടില്ല. ഞാൻ പ്രിപ്പയർ ചെയ്യാതെ എടുക്കുന്ന സെഷൻ, ഞാൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഞാൻ വന്നിട്ട് എന്തോ പറയാണ്. അതേസമയം ഞാൻ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് എവറിത്തിങ് പ്രിപ്പയർഡ്. ഈ ബ്രെയിനിൽ ഭയങ്കര ഹെവിയാണ്. ടു ഹെവി ഫോർ യു ഗൈസ്. ചിലപ്പോൾ ഉറക്കം വരും, തലവേദന വരും. കാരണം എന്താണ്, ആ സംഭവം റിസീവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ബിക്കോസ് നിങ്ങളുടെ മൈൻഡ് എനർജി സേവ് ചെയ്യാനാണ് നോക്കുക. വി റിമെമ്പർ ദാറ്റ് സർവൈവൽ മെക്കാനിസം. എനർജി ബേൺ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാനാണ് നോക്കുക, സേവിങ്ങിനാണ് നോക്കുക, എക്കോ മോഡാണ് നോക്കുക. വി ലേൺ ഹൗ ടു ചേഞ്ച് ദ ഗിയർ ടു സ്പോർട്സ് മോഡ്. സോ സിമിലർലി തിങ്കിങ് എന്ന് പറയുന്നത് എനർജി സേവ്, ഏറ്റവും കൂടുതൽ സമയം എനർജി സ്പെൻഡ് ചെയ്യേണ്ട സംഭവമാണ്. ബൈ ഡിഫോൾട്ട് പറയും ചിന്തിക്കണ്ട ചിന്തിക്കണ്ട ചിന്തിക്കണ്ട. ദിസ് ഈസ് ദ ലോവർ സെൽഫിന്റെ പ്രോഗ്രാമാ. ലോവർ സെൽഫ്. ഹയർ സെൽഫിന് വേണ്ടത് തിങ്കിങ് ആണ്. ദാറ്റ്സ് വൈ every scriptures you take, think എന്ന് പറയുന്നത്. നിങ്ങൾ ആകാശം നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ അവിടെ നോക്കുന്നില്ലേ, നിങ്ങൾ പശുവിനെ നോക്കുന്നില്ലേ, എവിടുന്ന പാല് വരുന്നത്, ചിന്തിക്കുന്നില്ലേ? എവ്രിവെയർ യു സീ, ചിന്തിക്കുന്നില്ലേ? പുല്ല് വിലയാണ് നമ്മൾ ചിന്ത കൊടുത്തിട്ടുള്ളത്. Now, your life is the total sum of your thoughts, your feelings and your actions. Write it down. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളുടെയും നിങ്ങൾ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് അതിന്റെയും നിങ്ങളുടെ ആക്ഷന്റെയും റിസൾട്ട് ആണ്. ഇതാണ് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരിക. Now the question is, do you have a plan what to think? Sorry. The question is, do you really have, Namaskar, do you really have a plan what to think? നിങ്ങൾക്കറിയാം ഇന്നെന്ത് ഭക്ഷണം കഴിക്കണം, ഉച്ചക്ക് എന്ത് കഴിക്കണം, അവിടെ പോയാലോ ഇവിടെ പോയാലോ. സാധാരണ ഒരു ഞായറാഴ്ച ആണെങ്കിൽ ഇന്നൊരു സിനിമ കണ്ടാലോ. എന്ത് ചിന്തിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും ചെയ്യും. നിങ്ങൾക്ക് എല്ലാത്തിനും പ്ലാൻ ഉണ്ടാവും. സിനിമക്ക് പോകാൻ പ്ലാൻ ഉണ്ടാവും, കറങ്ങാൻ പോകാൻ പ്ലാൻ ഉണ്ടാവും, വീക്കെൻഡിൽ എവിടെ പോകാൻ പ്ലാൻ ഉണ്ടാവും. പല ആളുകളും നമ്മുടെ ടീം വിളിച്ചപ്പോൾ കണക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഒരു ദിവസമൊക്കെ റിസ്ക്കാ, ഫുൾ ഡേ പ്രോഗ്രാം, ആകെ കിട്ടുന്നത് ഞായറാഴ്ചയാണ്. ആകെ ഞായറാഴ്ച അത് അവിടെ കൊണ്ട് നമുക്ക് കളയാൻ പറ്റില്ല. നമുക്ക് സിനിമ കാണാം, നമുക്ക് അവിടെ പോകണം. ദേ ഹാവ് പ്ലാൻ ഫോർ എവറിത്തിങ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് എ പ്ലാൻ ഫോർ വാട്ട് ടു തിങ്ക്. എന്ത് ചിന്തിക്കണമെന്ന് നിങ്ങൾ ഡയറ്റ് പ്രോഗ്രാം അങ്ങനെ ചോദിക്കാറില്ലേ? എന്ത് ചിന്തിക്കണം എന്നൊരു ഡയറ്റ് പ്രോഗ്രാം നിങ്ങൾക്കുണ്ടോ? രാവിലെ എണീച്ച് മുതൽ നിങ്ങൾ എന്ത് ചിന്തിക്കണം? If you become what you think about, we need a plan, right? Yes or no? Yes. So how you feel? നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതിന് പ്ലാൻ ഉണ്ടോ? നിങ്ങൾ എപ്പോഴും ഫ്രസ്ട്രേറ്റഡും ആങ്സൈറ്റി ആണോ? That is your plan? How you take action? Do you have plan for all these three? Especially thinking. Many people don't have any plan. Now, this is the most important part. ആക്ച്വലി എവിടെ നിന്നാണ് ചിന്തകൾ വരുന്നത്? അങ്ങനെ പറയാൻ പറ്റുമോ? 60,000+ തോട്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡോക്ടർ നജീബ് റഷീൻ ചോദിച്ചു, ഇത് ആര് പറഞ്ഞു? അപ്പൊ ഞാൻ അതിന്റെ റിസർച്ചിന്റെ എല്ലാ ഡാറ്റയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഷെയർ ഇൻ ദ ഗ്രൂപ്പ്. സയന്റിഫിക് ഓരോ ആളുകൾ പറഞ്ഞ സംഭവങ്ങൾ. ഓക്കെ, 60,000+ തോട്ട്സ് ആണ് ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അതില് മോർ ദാൻ 95% സെയിം തോട്ട്സ് ആയിരിക്കും. Now, എവിടുന്നാണ് തോട്ട് വരുന്നത്? എനി ഐഡിയ? ഫ്രം വേർ ദ തോട്ട്സ് കമ്മിങ്? മൈൻഡിൽ നിന്നാണ് വരുന്നത്. വാട്ട് ഈസ് മൈൻഡ്? സോറി, മൈൻഡ് ഈസ് പാസ്റ്റ്. ഓക്കെ, പാസ്റ്റ് നിന്നാണ് തോട്ട്സ് വരുന്നത് പറഞ്ഞു. വെരി ഗുഡ്. വേറെ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മെമ്മറി നോക്കാം. യെസ്. വേറെ എവിടെ നിന്ന് വരുന്നേ? എനി ഐഡിയ? ആക്ഷൻ ബ്രെയിൻ. ഓക്കെ, തോട്ട് എവിടെ നിന്ന് വരുന്നേ? From mind.
ഇനി ഇതുണ്ട് ഷെയർ ചെയ്യണം. ഓക്കെ, ബ്രെയിൻ എന്നാ വരുന്നത്, എവിടെ? ഹാർട്ട് ആൻഡ് മൈൻഡ്. ഓക്കെ, ഫ്രം യു ദർ ഇസ് 4 മേജർ സോഴ്സസ്. നിങ്ങളുടെ തോട്ട് വരുന്നതിന് 4 സോഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഐ എം ലുക്കിംഗ് ഇൻ ടു ദ അൽഗോരിതം. അതായത് ഞങ്ങൾ ഹാക്കേഴ്സ് എങ്ങനെ അറിയോ, ഒരു സിസ്റ്റം ഇപ്പോ നബീലിന്റെ കമ്പനിയുടെ സിസ്റ്റം ഹാക്ക് ചെയ്യണമെങ്കിൽ 1 കൊല്ലമാണ് ഹാക്ക് ചെയ്യാൻ എടുക്കുകയെങ്കിൽ 11 മാസം നബീലിനെ കുറിച്ചുള്ള ഡാറ്റ കളക്ടിങ് ആകാരം. 1 മാസം കൊണ്ടാണ് ഹാക്ക് ചെയ്ത് തിരിച്ചിറങ്ങുക. ബിക്കോസ് വി നോ എക്സാക്ട്ലി ഹൗ മെനി IT ഗൈസ് ആർ ദർ. അവരുടെ സർട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ദേ ആർ സർട്ടിഫൈഡ് ഇൻ മൈക്രോസോഫ്റ്റ്. വാട്ട് ഇറ്റ് മീൻസ്, അവർക്ക് മൈക്രോസോഫ്റ്റ് സർവർ ഉണ്ടാവും. നൗ ഐ നോ വാട്ട്. അല്ലെങ്കിൽ ലിനക്സ് ആണ് വിചാരിക്കുക, ദേ ആർ യൂസിങ് ലിനക്സ് സർവർ. സോ എവിടുന്നാണ് തോട്ട്സ് വരുന്നത്? ഒന്നാമത്തെ തോട്ട്സ് വരുന്നത് ദ ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്നാണ്. എന്താ ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? യു ക്യാൻ കോൾ ഇറ്റ് ഗോഡ്, അല്ലെങ്കിൽ ജീസസ്, അല്ലെങ്കിൽ ബ്രഹ്മ, വാട്ട് എവർ യു കോൾ. തോട്ട്സ്, ഒരു വഴിയിലൂടെ തോട്ട്സ് വരുന്നത് ഇൻഫിനിറ്റ് ഇന്റലിജൻസിലാണ്. ഖുറാനിലെ സെക്കൻഡ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് സേസ് ദാറ്റ് there is hudan lil muttaqin. There is a guidance in this one. Yeah, one of my guide told me that intuition is the way how God communicate with you. Intuition. You were asking a question like this, right, before? Endana ചോദ്യം? Okay, ഇത് ആക്ച്വലി ദൈവത്തിന്റെ അടുത്ത് വരുന്നതാണോ അതോ ഉടായിപ്പാണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാന്നുള്ളതായിരുന്നു അല്ലേ? He was asking ലാസ്റ്റ് 1 മാസം മുമ്പ്. എനിക്ക് സംഭവം വരുന്നുണ്ട്, ഇത് ശരിക്കും ദൈവത്തിന്റെ അടുത്താണോ അതോ പുറത്തുനിന്ന് ഞാൻ എന്റെ ബോഡി ഡാമേജ് ആയതുകൊണ്ട് വരുന്നതാണോ? സോ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഇന്റലിജൻസ്, ദൈവത്തിന്റെ അടുത്ത് ഡയറക്റ്റ് കണക്ഷൻ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ പവർ. ഇറ്റ്സ് ഫ്ലോയിങ് ത്രൂ യു. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ ഓൺ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് ഇത് വരുന്നത്. രണ്ടാമത്തെ സംഭവം യുവർ ഓൺ സബ് കോൺഷ്യസ് മൈൻഡ്. മൂന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ someone else release the conscious thought. ഞാൻ എന്റെ മൈൻഡിലുള്ള ചില തോട്ടുകൾ നിങ്ങൾക്ക് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക, മൈൻഡിൽ കയറുന്നത്. ഇന്ന് ഫുൾ ഡേ ഐ ആം ഡെലിവറിങ് കോൺഷ്യസ് തോട്ടുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. യു റിസീവ് ഇറ്റ്, യു ടേക്ക് ഇറ്റ്, യു ടേക്ക് നോട്ട്, യു ഇംപ്ലിമെന്റ് ഇറ്റ്. തേർഡ് വൺ, അനദർ പേഴ്സൺ സബ് കോൺഷ്യസ് മൈൻഡ്. അവർ കോൺഷ്യസ് അല്ല. ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞങ്ങളുടെ നാട്ടില് നമ്മളെപ്പോഴും പറയുന്നത് അബുമാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വളരെ എമ്പത്തി ഉള്ള ആളാണ്. മൂപ്പരത്തെ നമുക്ക് സംസാരിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഫീലിംഗ് ആകാരം. ചില ആളുകളെ പോയി ഇരുന്ന് കഴിഞ്ഞാല് നമ്മൾക്കൊരു എനർജി കിട്ടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ടോക്ക് മാസ്റ്ററിൽ പോകുമ്പോൾ നമുക്കൊരു അവിടെ എത്താൻ പാടുപെടുന്ന എനിക്കറിയാം, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ എനർജിയാണ്. യെസ് ഓർ നോ? അതേസമയം എപ്പോഴും നെഗറ്റീവുകളും തോട്ടുകളും ആൾക്കാർ ചില ഫാമിലി ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഇവിടെ ഒന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രശ്നം വിചാരിച്ചിട്ട് അവിടെ ഇരിക്കും. സോ വേറൊരാളുടെ സബ് കോൺഷ്യസ് മൈൻഡില് അവരുടെ ഇന്റൻഷൻ ഇല്ല. ഞാനിപ്പോ ഇന്റൻഷനിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്തോണ്ടിരിക്കുക, പക്ഷേ വിത്തൗട്ട് ഇന്റൻഷൻ. എന്താണ്? ഫിറ്റ് ഹോട്ടൽ മേഡ് സ്റ്റഡി അല്ലെങ്കിൽ പിഗ്മലിയൻ എഫക്ട്. എന്റെ ഉള്ളിലുണ്ട് നവീദിന് പൊട്ടൻഷ്യൽ ഉണ്ട്, നവീദ് സൂപ്പറാണ്, നവീദ് നെക്സ്റ്റ് ലെവലിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ ആ സംഭവം സെൻഡ് ചെയ്തോണ്ടിരിക്കുക. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ഹൊപ്പോണൊപ്പോണോ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് നമുക്ക് കൊടുത്തിരുന്നു. വി ഗോണ ലേൺ ദിസ് ജനുവരിയിൽ. വി ഗോണ സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഞാൻ 5 കൊല്ലം മുമ്പ് തുടങ്ങിയ സാധനം വി ഗോൺ ടു സ്റ്റാർട്ട് ഇറ്റ്. ബൈബാക്ക് എടുത്ത് എല്ലാ ആൾക്കാരും കിട്ടും, ഫ്രീ ആണ്. യാ, സോ അതില് ഫോർഗീവ്നെസ് ആണ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവീദിനെ ഞാൻ വിളിച്ചു, അല്ലെങ്കിൽ സലീം ഖാനെ ഞാൻ വിളിച്ചപ്പോ അതിന്റെ തിയറി ഇതാണ്: എന്റെ ലൈഫിൽ എനിക്കെന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് റോങ് വിത്തിൻ മൈ മൈൻഡ്. ഐ നീഡ് ടു ക്ലിയർ ഇറ്റ്. സം എറർ പ്രോഗ്രാം ഈസ് റിപ്ലേയിങ് ഇൻ മൈ സബ് കോൺഷ്യസ് മൈൻഡ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ഡ്രൈവ് ചെയ്യാണ്, പെട്ടെന്ന് ഒരാൾ വണ്ടി കട്ട് ചെയ്ത് പോകും. അപ്പൊ എന്റെ ഒരു കൊളീഗ് അവൻ തെറി വിളിക്കും എന്നുണ്ട്, ഹിന്ദിക്കാരനാ. ഞാൻ എന്താ പറഞ്ഞാൽ, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു. Because there is something wrong within me is attracted this problem. I am taking 100% responsibility of my life. അപ്പൊ നിങ്ങൾക്ക് ഓരോ ആളുകൾക്ക് ഞാൻ വിളിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രോബ്ലം പറഞ്ഞ ആളുകൾക്ക് ഞാൻ ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. Because I am sending subconscious program into you.
ഇത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഇമേജ് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. വി ഗോണ ലേൺ ദാറ്റ് ഇൻ അവർ മെഡിറ്റേഷൻ ക്ലാസ്. അതായത് ഒരു റൂമിൽ ഒരാൾക്കാരെ ഇരുത്തും, അവരെ ബ്രെയിനിൽ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോ സയന്റിസ്റ്റുകളുടെ റോഡുകൾ കണക്ട് ചെയ്യും, സെൻസേഴ്സ് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ റൂമിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പുറത്തെ റൂമിൽ ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ ആൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് അയാളുടെ സാദിഖ് ഭായ് അടുത്ത റൂമിലുള്ളത് അയാൾക്ക് അയച്ചു കൊടുക്കുന്നതായിട്ട് സ്ട്രീം ചെയ്യാൻ പറയും, വിഷ്വലൈസ് ചെയ്യാൻ പറയും. മോർ ദാൻ 70% he can predict what I sent. നിങ്ങൾ വെച്ചിട്ടുണ്ടാവും, നിങ്ങളൊരു ഫ്രണ്ടിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഉടനെ ഫ്രണ്ട് വിളിക്കും. ഇറ്റ്സ് സയൻസ്, ഇറ്റ്സ് നോട്ട് കോയിൻസിഡൻസ്. There is a book called Deepak Chopra, Synchrodestiny, അല്ലേ സാദിഖ് ഭായ്? There is nothing like coincidence. ലാപ്ടോപ്പ് വർക്ക് ചെയ്യാത്ത, there is a reason behind it. There is a reason. I need to clean. I need to prepare in advance. I need to send my laptop with Afnan. There is something wrong within me that caused a problem. So you need to clean. So other subconscious mind, there are some നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസ് ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. ഇപ്പൊ നിങ്ങളൊരു ഫാമിലി മെമ്പർ നാട്ടിലാ, ടെലിപ്പതി, അതല്ലെങ്കിൽ we can send healing, pranic healing, technical term ഉണ്ട്. Maybe difficult to understand, but we learn the science future. Okay, so now the question is, so this is a 4-way. One is infinite intelligence, another one is your own subconscious mind. കാരണം നമുക്ക് ട്രിഗർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, how can I say, okay, I'm going to trigger some subconscious programs. Ready now? Yes. Is it subconscious mind or conscious mind? Because we discuss that വരുന്നുണ്ട് upcoming session. We have a picture, we go. Afnan, can you come here? I love you. താങ്ക് യു. നിങ്ങളുടെ മൈൻഡിലൂടെ എന്തെങ്കിലും കടന്നുപോയോ? വാട്ട് ഈസ് ദാറ്റ്? എന്താണ്? അഫെക്ഷൻ. ക്യാൻ യു കം? യെസ്. അസ്സലാമു അലൈക്കും. Thank you. Doctor, please come. I love you, doctor. Thank you. Now, how many of you feel that I am a spiritual guy? Yeah? You need compassion, love. Yes or no? Something triggered in your mind. What you triggered? Love, compassion. Yes or no? Now, this is some money. Yeah? I love money. ഇപ്പൊ നിങ്ങളെ മൈൻഡിൽ എന്താ വന്നേ? പൈസ പോയി, ഇവൻ പൈസക്ക് വേണ്ടി നടക്കുന്ന ആളാണ്. വന്നു അല്ലേ? ഈസ് നോട്ട് എ സ്പിരിച്വൽ ഗായ്. വന്നു അല്ലേ? ഗ്രീഡ് വന്നു. ഞാൻ എൻ്റെ ബ്രദറിന്റെ മോളെ ഞാൻ എൻ്റെ പാർട്ട്ണറെ ഹഗ് ചെയ്തപ്പോ, കിസ് ചെയ്തപ്പോ, യു ഡോണ്ട് ഫീൽ എനിത്തിങ് നെഗറ്റീവ്. There is something negative, Shad, something negative within your mind that caused same action. Money is energy. It's just a paper. That energy physical form il manifest ചെയ്താണ്. അതായത് പറഞ്ഞത് ഫസ്റ്റ് മില്യൺ നിങ്ങൾ അച്ചീവ് ചെയ്യാതെ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടും സയൻസ് പ്രകാരം വർക്കാവില്ല. You getting what I'm saying? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രോഗ്രാം പുറത്തുനിന്ന് കണ്ടോ? How many of you feel really മാറൂഫ് ഇത് എന്ത് ചങ്ങായാണ്, ഇത് മണി പൈസനൊക്കെ നോക്കുന്നു? Yes or no? ഇവൻ എന്ത് സ്പിരിച്വൽ ആണ്? So this is how it works. നിങ്ങളുടെ ഉള്ളിലുള്ള ചില സാധനം 30 വന്നിട്ടുണ്ടാവും. ഇപ്പോ
മിക്കവാറും മണിനെ കുറിച്ചിട്ടുള്ള നമുക്കൊരു ചാപ്റ്റർ ഉണ്ട്, മീ ആൻഡ് മണി എന്ന് പറഞ്ഞിട്ട്. There's a chapter. We will discuss that. So ഇത് ക്ലിയർ ആണോ? 4 രീതിയിലാണ് തോട്ട് വരുന്നത്. ക്ലിയർ? വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നൗ വാട്ട് ഈസ് യുവർ പ്ലാൻ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ചിന്തയുടെ പ്ലാൻ എന്താ? ഞാൻ എന്തുകൊണ്ടാണ് മിക്കവാറും നെറ്റ്വർക്കിംഗ് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള തോട്ട് എന്റെ മൈൻഡിൽ കയറും. അതായത് ഇംപ്രൂവ്മെന്റ് ഇല്ലാത്ത ഒരു ഗ്രൂപ്പിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്യൂല. വാസ്കോ പറഞ്ഞ മൂവിങ് ഫോർവേഡ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞാൻ പോകില്ല, അവിടെ സമയം സ്പെൻഡ് ചെയ്യൂല. ഫാമിലി മെമ്പേഴ്സിനെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും, അവരെ നമുക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഉമ്മ ചോദിക്കും, നിനക്കെന്താ ആ പരിപാടിക്ക് പോയാലും, നിനക്കെന്താ അവിടെ പോയാലും, നിനക്കെന്താ ഇവിടെ പോയാലും? അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ തോട്ട് പ്രോസസിനെ അഫക്ട് ചെയ്യാണ്. ഇത് നമ്മൾ ഈവിൾ ആവുമല്ല, നമ്മൾ പ്രോപ്പറായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡു മോർ ഗുഡ് ടു സൊസൈറ്റി, മോർ ഗുഡ്. അപ്പോ ഇത് റിയലി നീഡ്സ് ട്രെയിനിങ്. പക്ഷെ ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല, ബിക്കോസ് ഞാൻ പറഞ്ഞു വരുമ്പോ അവർക്ക് അത് ഞാൻ സെയിൽസ് ക്ലോസ് ചെയ്യാൻ തോന്നും. ഷിയാദ്, നമ്മുടെ ബൈബാക്കർ യൂത്തിലുള്ള ആളുകൾ നമ്മുടെ ടീം വിളിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അവർക്കൊരു റിമൈൻഡർ കോൾ കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലോകത്തിലെ ഒരു ട്രെയിനറും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പോവാ. ഐ ഡോണ്ട് വാണ്ട് ദം ടു മിസ് ഇറ്റ്. ഇഫ് ദേ മിസ് ഇറ്റ്, എനർജി മാച്ച് ആയാലും ദാറ്റ്സ് ഇറ്റ്. Yeah. So what is your plan? Do you have a plan about your food intake പോലെ thought intake? എന്താണ് നിങ്ങളുടെ പ്ലാൻ? അറ്റ്ലീസ്റ്റ് എഴുതി വെക്കിങ്, ഐ വിൽ ക്രിയേറ്റ് എ ഡെയിലി തോട്ട് ഇൻടേക്ക് പ്ലാൻ. അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരു സമയം ഞാൻ കൊടുക്കും. റൈറ്റ് ഇറ്റ് ഡൗൺ. ബിക്കോസ് ആ തോട്ട് ഇൻടേക്ക് പ്ലാൻ ആണ് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മൈൻഡാണ് നിങ്ങളുടെ ബോഡിയിലെ ഫീലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഫീലിംഗ് ആണ് നിങ്ങൾക്ക് റിസൾട്ട് കൊണ്ടുവരുന്നത്. സോ മണിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ആ മണിനെ കിസ് ചെയ്തപ്പോ അവനെ കിസ് ചെയ്തപ്പോഴുള്ള അതേ ഫീലിംഗ് അല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ മണി വരൂല. എവിടെയാണ് 9 laws ഓഫ് മണി ഉണ്ടോ? പ്രിന്റ് ഉണ്ടോ? 2 പീസ് ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം ഓക്കെ കൊണ്ടുവരി. ഇത് ആക്ച്വലി നമ്മളുടെ നെക്സ്റ്റ് കോച്ചിങ്ങിന്റെ ഭാഗമാണ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ലോ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. Who is having really financial challenge now? Really? You feel like you're stuck. കൈ പൊക്കിക്കേ. ആർക്കാണുള്ളത്? ബിസ്മില്ല, ഒന്ന് പിടിച്ചോടി. തക്കി ഒന്ന് പിടിച്ചോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഞാൻ അയച്ചു തരും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ സോഫ്റ്റ് കോപ്പി അയച്ചു തരാം. പ്രിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം തരും. ഐ തിങ്ക് അത് എണ്ണം എന്തോ വേറെ കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. ഓക്കെ, സോ ഇതില് 9 laws ഓഫ് മണി ഇത് നിങ്ങൾ അടിച്ച് മൈൻഡിൽ കേട്ടണം. ഓക്കെ, ഒന്നാമത്തെ